നമ്മുടെ ഡാവിഞ്ചി സുരേഷും ആൾക്കാരും വന്നപ്പോൾ വരച്ച പിക്ചറാണല്ലേ? അതെ അതെ അതെ. ഓരോ ജില്ലേനെയും നമ്മളെ കേരളപ്പിറവിക്ക് വേണ്ടിയിട്ട് കേരളപ്പിറവി ദിനത്തിലേക്ക് നമ്മളൊരു ഈവൻ്റായിട്ട് ഇവരുടെ ഒരു എക്സോട്ടിക് ഡ്രീംസ് എന്ന് പറഞ്ഞൊരു കലാകാരന്മാരെ കൂട്ടായ്മ ഡാവിഞ്ചി സുരേഷും ടീമും വന്നിട്ട് മൊത്തം എല്ലാ ജില്ലേനെയും വരച്ചിട്ട് കേരളപ്പിറവിക്ക് നമുക്ക് വലിയൊരു 70 അടി നീട്ടുള്ളൊരു കേരളം ഇവിടെ കേരളത്തിന്റെ മാപ്പ് തന്നെ ഉണ്ടാക്കി. പക്ഷേ ദിസ് വൺ ഇസ് വെരി സ്പെഷ്യൽ റൈറ്റ്. ഇത് തെയ്യം ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഫോട്ടോ കാണാനും അതെ വരച്ചത് കാണാനും ശരിക്കും നേരിട്ട് കാണാനും ഭയങ്കര. അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത്. നേരിട്ടാണ് അതിൻ്റെ ആർട്ടിൻ്റെ ഏറ്റവും അതിൻ്റെ കറക്റ്റ് ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയിരുന്നല്ലോ, പിന്നെ അച്ചൂർ 13. ഞാൻ തീരെ പ്രതീക്ഷയില്ല. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും തീരെ ഞാൻ പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് നേരം വിളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരുപാട് തെയ്യങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരു 4-5 എണ്ണം ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിക്കും കേരളത്തിൽ വെള്ളാട്ട്, പിന്നെ ഗുളികൻ, കുട്ടിച്ചാത്തൻ, മഹാവിഷ്ണു, അങ്ങനെ എന്തൊക്കെയോ ഒരു 4 തെയ്യായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും കേരളത്തിൽ 400-ന്റെ മേലെ തെയ്യങ്ങളുണ്ട്. വായിച്ചിട്ടുണ്ട്. 400 മേലെ തെയ്യങ്ങളുണ്ട്. ഒരു 1500 തൊട്ട് 2000 വർഷം മുന്നേ വരെ മലബാറിൽ തെയ്യം നടന്നതിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2000 വർഷം മുന്നേ വരെ 1500 തൊട്ട് 2000 വർഷം വരെ നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലിങ്ങനെ രൂപമാറ്റം വന്നിട്ടുണ്ടോ? അപ്പോൾ അതോ വന്നിട്ടുണ്ടാവും. അതൊരു പ്രത്യേക വിഭാഗമാണല്ലോ. പിന്നെ തെയ്യം ചെയ്യുന്നത് ഒരു 10-41 ദിവസം വ്രതം എടുത്തിട്ട് അവർ തെയ്യക്കോലം കെട്ടി. ഇറ്റ്സ് എ പ്രോസസ് റൈറ്റ്. അത് പിന്നെ മുഖത്തെഴുത്തിലാണ് ആദ്യം തുടങ്ങുക. അപ്പോൾ നിങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്നു കമ്മിറ്റിക്കാരൊക്കെ പോയിട്ട് അവരുടെ കെയർ ഓഫിൽ എനിക്ക് പോയിട്ട് സംസാരിക്കാനും തെയ്യം കെട്ടിയ ആൾക്കാരുടെ സംസാരിക്കാനും അതിന് തൊട്ട് മുന്നിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഫുട്ടേജൊക്കെ പുറകെ വരും. അപ്പോൾ പിന്നെ ഇത് മുഖത്തെഴുത്തിലാണ് തുടങ്ങുക. അതായത് ഒരു ഫുൾ മേക്കപ്പ് ഇടുക. അത് നാച്ചുറൽ കളേഴ്സ് യൂസ് ചെയ്യുക. കഥകളി പോലെയൊക്കെ അത് നാച്ചുറൽ കളേഴ്സാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ ഇത് തന്നെ ലോങ് പ്രോസസ്സാണ്. 2-3-4 മണിക്കൂറൊക്കെ നീണ്ടുവെക്കും ചമയം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് തെയ്യം കോലം പുറത്തിറങ്ങി വന്ന് ഇരുന്നിട്ട് പിന്നെ ഒരു തോറ്റം പാട്ട് തുടങ്ങും. തോറ്റം പാട്ട് ഇവരുടെ മൂർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ശരിക്കും കേട്ടാൽ കരച്ചിൽ വരും, അതുപോലെയുള്ള മ്യൂസിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കേട്ടു മുഴുവനും. അത് ഈ തോറ്റം ഇങ്ങനെ മുറുകി വരുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർക്കൊരു ഷെയ്ക്കൊക്കെ വന്നിട്ട് ആളങ്ങ് മാറും. ഓക്കെ, ആളൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് അങ്ങ് പോവാണ്. വിശ്വാസികൾക്ക് എടുക്കാന്ന് പറഞ്ഞ പോലെ അതന്നെ. അപ്പോൾ വിശ്വാസികൾക്ക് ശരിക്കും ആ മൂർത്തി അവരുടെ ദേഹത്ത് കയറുകയാണ്. പിന്നെ പെട്ടെന്ന് ആള് മാറി പിന്നെ വയലുണ്ടാവുക. അത് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ നോക്കുക. പിന്നെ ഓടിയിടുന്ന് ഇതൊക്കെ ആയിട്ട് പിന്നെ ശാന്തമാക്കി കൊണ്ടു നിർത്തിയിട്ട് പിന്നെ ഒരു 3-4 മണിക്കൂർ ആ ഒരു ആർട്ട് ഫോം കൂടെ നടക്കുകയാണ്. തെയ്യത്തിൻ്റെ പ്രകടനമാണ്. പിന്നെ താരങ്ങൾക്ക് കൊടുക്കാനും പിന്നെ കാണാനൊക്കെ ആയിട്ട് ആൾക്കാർ വരും പോയിട്ടിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ റൈറ്റ്. അപ്പോൾ നമ്മൾ ഏത് ഫ്രെയിം നോക്കിയിട്ടുണ്ടെങ്കിലും ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ സമയത്ത്. ഞാനൊക്കെ ചെറുപ്പം മുതൽ തന്നെ കണ്ടിട്ടുണ്ട്. തെറയും ഒക്കെ ചെറുപ്പം മുതൽ തന്നെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ വലിയ വലിയ ഉത്സവങ്ങൾക്കൊക്കെ ഈ ആനയും ഇതൊക്കെ എഴുന്നള്ളുന്ന അങ്ങനത്തെ ഉത്സവങ്ങൾക്കൊന്നും ഈ തെയ്യം അങ്ങനെ അങ്ങ് കേട്ട് കേൾവിയില്ല. ഇനി ഉണ്ടോ ഇല്ല എന്നില്ല എനിക്ക് അറിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതെ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴും ഇത് വലിയൊരു അമ്പലങ്ങളിൽ നടക്കുന്ന ഒരു കലാരൂപമല്ല. അപ്പോൾ ചെറിയ കാവുകൾ, ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഇത് ശരിക്കും ദേശത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ ഇത് ഇന്ന മതക്കാർ ഇന്ന ജാതിക്കാർ ഇങ്ങനൊന്നുമില്ല പോയി കാണുന്നത്. ആ ദേശത്തെ ആൾക്കാർ ഉത്സവമാണ്. നമ്മൾ കണ്ടത് അങ്ങനെയാണ് അത് നടത്തുന്നത്. ചെറിയ കാവുകളിൽ, ചെറിയ തറവാടുകളിൽ, ചെറിയ നല്ല തറവാടുകളിൽ, ചെറിയ കാവുകളിൽ, ചെറിയ ക്ഷേത്രങ്ങളൊക്കെയാണ് തെയ്യം സാധാരണ നടത്തുക. ശരി. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ തെയ്യം ഇവിടെ വന്നപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ഇതിൻ്റെ മുന്നേ തെയ്യങ്ങളൊക്കെ നല്ലോണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കണ്ണൂരാണ് കുറേ വർഷം. അപ്പം അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ അന്ന് ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. അപ്പം ഇങ്ങനെ ദൈവത്തിന് വേഷം കെട്ടി വരിക, അപ്പോൾ അനുഗ്രഹം മേടിക്കുക, ഇങ്ങനെയൊക്കെയാണ് മനസ്സിലുള്ള കോൺസെപ്റ്റ്. പിന്നെ ആസ് ആൻഡ് വെൻ ഐ ഗ്രോൺ അപ്പ് കുറച്ച് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിന് ആർട്ടായിട്ട് കാണാൻ തുടങ്ങിയിട്ട് പോയി കാണുന്നതിൽ ഒരെണ്ണമാണിത് ഇപ്പോൾ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ശരിക്കും ഐ ഫെൽ ഗ്രേറ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു നിൽക്കുക, കാഴ്ച കാണുക, കളേഴ്സ് ഒബ്സർവ് ചെയ്യുക, ഇവരുടെ ആക്ഷൻസ് ഇവരെന്താ ചെയ്യുന്നത്, ബാക്കി ആൾക്കാരെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുക. കനലാട്ടമൊക്കെ ഒരു 10-20 എനിക്കത് 10-15 അടി ദൂരത്തില്ല കനൽ കൂട്ടിയിട്ടിട്ട് അതിലെ കൂടി പിന്നെ ഓടി വരിക, നടന്നു വരിക. അപ്പോൾ അതിന് മുന്നേ ഒരു തെയ്യത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഒരു മേടിച്ചിട്ടാണ് പിന്നെ തെയ്യം കോമരൊക്കെ ഉണ്ട്. ഞാൻ നടന്നിട്ടില്ല.
അത് എന്താ പറയുക, ആദ്യം നമ്മളെ മനസ്സൊരുക്കുക, പിന്നെ ഇതിൽ സയൻസാണ്. അത് പ്രകാരം നമ്മൾ ഒരു ഇത്ര ദൂരമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ പൊള്ളൊന്നുമില്ല. അത് പക്ഷേ സാധാരണഗതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പൊള്ളുമായിരിക്കും. പക്ഷെ നമ്മൾ ആദ്യം മനസ്സൊരുക്കണം, അതിനെ മെഡിറ്റേറ്റ് ചെയ്ത്. അപ്പം ഞാൻ ഇവരൊക്കെ ഓടിയൊന്നുമല്ല നടന്നാ വരുന്നത്. പിന്നെ വേറൊരു കാഴ്ച കൂടി കണ്ടു, മറ്റേ ഗുരുസി. അത് ഞാൻ നോക്കുമ്പോൾ കുറേ സമയത്തേക്ക് പിന്നെ ഒരു വലിയ ഉരുളി പോലത്തെ ഇതിനകത്ത് വെള്ളം കൂട്ടി മഞ്ഞളും എന്തൊക്കെ ഇട്ടിട്ടില്ലേ ഇങ്ങനെ തിളപ്പിക്കാൻ. അതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവും കോമരം. പിന്നെ കോമരം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർ എന്നിട്ട് തിളച്ച വെള്ളം പിന്നെ ഇതിൻ്റെ കമുകിൻ്റെ ഇതല്ലേ പട്ട, കമുകിൻ്റെ പട്ട എടുത്തിട്ട് ഇങ്ങനെ ദേഹത്തെ കുറിച്ച് തിളച്ച വെള്ളത്തിൽ കുളിക്കുക കുറേ സമയം. പിന്നെ അവരങ്ങോട്ട് മാറുകയാണ്, അവരുടെ രൂപവും അവരുടെ ചേഷ്ടകളൊക്കെ കോമരം പോലെ കുറേ നേരം നിന്ന് അങ്ങനെയൊക്കെ ചെയ്ത് അവരെടുത്ത് ആൾക്കാർ പോകും, പിന്നെ പൈസ കൊടുക്കും, അനുഗ്രഹമൊക്കെ മേടിക്കും. അങ്ങനെ ഒരു ഇത്. എന്തായാലും അവിടുത്തെ കാര്യത്തിനെ പറ്റിയിട്ട് ആ ഒരു പിന്നെ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിനെ നമ്മളോട് കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറഞ്ഞത് നമ്മളെ ഫ്രണ്ടാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് അല്ലേ കേട്ടോ. പുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഇത് നടത്തുന്ന കോർഡിനേറ്റ് ചെയ്ത ആളാണ്. പുള്ളിക്ക് എൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. നമുക്ക് ശ്രീകാന്തിനോടൊന്ന് ചോദിച്ചോക്കാം. ശ്രീ ഭഗവതി മാരിയമ്മൻ ക്ഷേത്രത്തിലെ വൈസ് പ്രസിഡൻ്റാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. എല്ലാ ഏപ്രിൽ മാസത്തിലും ഇവിടെ തിറ മഹോത്സവം നടക്കാറുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് ചെറിയ അതിപുരാതനമായിട്ട് നടക്കുന്നൊരു തിറ മഹോത്സവമാണ്. ഇപ്പോൾ കുറച്ചും കൂടി വിപുലമാക്കി നടത്തുന്നുള്ളൂ. പണ്ട് പുരാതന കാലങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരുന്നതാണ്. അന്ന് ഇത് അധികം അറിയപ്പെടില്ലായിരുന്നു. ഇപ്പോൾ നമ്മളത് കുറച്ചും കൂടി വിപുലമാക്കി എല്ലാവരും ക്ഷണിച്ച് അതിവിപുലമായിട്ട് നടത്തുന്നു. അപ്പോൾ ഞാൻ കുറേ കണ്ണൂരുണ്ടായിരുന്നു. കണ്ണൂർ കുറേ തെയ്യം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വയനാട്ടിലൊന്നും ഞാൻ രണ്ടാമത്തെ തെയ്യം കാണുന്നത്. അപ്പോൾ അവിടത്തെക്കാട്ടും ഇവിടെ കുറച്ച് വ്യത്യാസമുള്ളതുണ്ട്. ഇത് കൂടി തെയ്യാട്ടം എന്ന് പറയും. എന്താ വെച്ചാൽ കാവ് ഇതാണ്. എന്താ വെച്ചാൽ അമ്പലമാണ്. ഇത് കാവ് രൂപത്തിലായിരിക്കും ഇവിടുത്തെ തെയ്യം വരിക. തെയ്യത്തിന് ഒരു തെയ്യത്തിന് ഒരു ദേവന് 2 തിറ ഉണ്ടാവും. വെള്ളാട്ടും ഉണ്ടാവും, തിറയുണ്ടാവും. അതാണ് അവിടെ ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം. ശരി. അപ്പോൾ ഇവിടെ ഓരോ തെയ്യത്തിനും ഓരോ വെള്ളാട്ടം ഓരോ തിറയുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം കൂടുതലെടുക്കും. സമയം കൊടുക്കും. ഇനി എത്ര തെയ്യം കഴിഞ്ഞു? ഇപ്പോൾ എത്ര ഭഗവതി തിറ കഴിഞ്ഞു. ഈ ഭഗവതിന്റെ വെള്ളാട്ടുണ്ട്. ഗുളികന്റെ തിറ കഴിഞ്ഞു, വെള്ളാട്ടുണ്ട്. കുട്ടിച്ചാത്തന്റെ വെള്ളാട്ട് കഴിഞ്ഞ് തിറ ഉണ്ട്. ഈ തിറയും വെള്ളാട്ടും എന്താ വ്യത്യാസം? വെച്ചാൽ ഒരു ദേവന്റെ 2 ഭാവങ്ങളാണ് ഇതിലൂടെ കാണിക്കുന്നത്. തിറ എന്ന് പറയുമ്പോൾ ഭാവന്റെ ഉഗ്ര രൂപത്തിലും കാണിക്കും, മറ്റേ ശാന്ത രൂപത്തിലും കാണിക്കും. വെള്ളാട്ട് അങ്ങനെ 2 രൂപത്തിലും കാണിക്കും. ശരി. കുറച്ച് വെള്ളമൊക്കെ തിളക്കുന്ന കാണുന്നുണ്ടല്ലോ. അത് മാരിയമ്മന്റെ കുരിശിയും അവിടെ കണലും. അതായത് പറയുന്നത് നമ്മൾ ചരിത്രം പറയുക വെച്ചാൽ മാരിയമ്മയ്ക്ക് പൂവും നീരും എന്ന് പറയും. അതാണ് പൂവ് എന്ന് പറയുന്നത് കണലും, നീര് എന്ന് പറയുന്നത് ഇതുമാണ്, കുരിശിയുമാണ്. നൈസ് മീറ്റിംഗ്. പേരില്ലാതെ ചെണ്ടമേളം കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ നമ്മുടെ കണലാട്ടൻ, അതായത് മാരിയമ്മന്റെ പൂവ് എന്ന് പറയുന്ന ഒരു കൊണ്ടാട്ടമുണ്ട്. അതിലേക്ക് പോകുന്ന അഗ്നികുംഭം എന്ന് പറയും. അതിന് പോകുന്ന പുഴയിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയാണ്, ചടങ്ങാണ് നടക്കുന്നത്. അത് പുഴയിൽ പോയി കുളിച്ച് അഗ്നികുംഭം നോമ്പ് നോറ്റ ആൾ ഇപ്പോൾ വരും. വന്ന പോലെ തന്നെ ഇതിൽ കണലിലിറങ്ങും. രാത്രി 3 മണിക്ക് പുഴയിൽ പോയിട്ട് കുളിച്ച് വെള്ളം എടുത്തിട്ടുണ്ട്.